ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓർഗാനോ മെറ്റാലിക്സ് ഇൻ മെഡിസിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓർഗാനോ മെറ്റാലിക്സ് ഇൻ മെഡിസിൻ. 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലും ധാരാളം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മുമ്പ് നമ്മൾ ഗിഗ്നാർഡ് റിയേജൻറ്റും ഫ്രാങ്ക്ലിൻ റിയേജൻറ്റും ഒക്കെ പരിചയപ്പെട്ടു. അതുപോലൊരു ടോപ്പിക്ക് തന്നെയാണ് ഓർഗാനോ മെറ്റാലിക്സ് ഇൻ മെഡിസിൻ. അത് നമുക്ക് നോക്കാം. അതായത് ഈ ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ്, ഓർഗാനോ സിലിക്കൺ, ഓർഗാനോ ബോറോൺ തുടങ്ങിയിട്ടുള്ള ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഒരുപാട് തരം മെഡിസിൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെഡിസിൻ പർപ്പസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ഒരു സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ ഓർഗാനോ മെർക്കുറൈൽസൊക്കെ സിഫിലിസ് പോലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിലോരോന്നും നോക്കാം. ഓർഗാനോ മെറ്റാലിക്സ് ഇൻ മെഡിസിനിൽ കീമോതെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഓർഗാനോ മെറ്റാലിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ് അല്ലാണ്ട് കുറച്ച് ഫങ്ഷൻ ഉണ്ട്, ഫോർമേഷൻ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ മെഡിസിനൽ യൂസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട് ഇൻ മെഡിസിൻ. These were the first organometallic compound to be used in the treatment of syphilis. സിഫിലസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടാണ് ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. Nowadays these are replaced by modern antibiotics. ഇപ്പോൾ അത് മോഡേൺ ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. നമ്മുടെ ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ് മോഡേൺ ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. സെവറൽ ഓർഗാനോ മെർക്കുറൈൽസ് ആർ സ്റ്റിൽ യൂസ്ഡ് ഇൻ ആൻറ്റിസെപ്റ്റിക്സ്. ഒരുപാട് ഓർഗാനോ മെർക്കുറൈൽ കോമ്പൗണ്ട്സ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ആൾസോ യൂസ്ഡ് ഇൻ ഡയൂററ്റിക്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് മെർത്തിലേറ്റും അതുപോലെ തന്നെ മീറോക്യൂക്രോമും എന്താണ് ആൻറ്റിസെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ മെർക്കുറി കോമ്പൗണ്ട്സിൻ്റെ മെഡിസിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ 2 മാർക്കിന് ഓർഗാനോ മെർക്കുറി കോമ്പൗണ്ട്സ് ഇൻ മെഡിസിൻ മാത്രം ചോദിച്ചാലും നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഓർഗാനോ ബോറോൺ കോമ്പൗണ്ട്സ് ഇൻ മെഡിസിനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർഗാനോ ബോറോൺ കോമ്പൗണ്ട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ന്യൂമറസ് ഓർഗാനോ ബോറോൺ കോമ്പൗണ്ട്സ് മെയിൻലി ആൽക്കൈൽ ആൻഡ് അരൈൽ ബോറോണിക് ആസിഡ്സ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ ക്യാൻസർ തെറാപ്പി. അപ്പം ആൽക്കൈലും അരയിലും ആയിട്ടുള്ള ബോറോണിക് കോമ്പൗണ്ട്സ് എല്ലാം ക്യാൻസർ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബോറോൺ 10 ഹാസ് എ ലാർജ് ക്രോസ് സെക്ഷണൽ ക്യാപ്ചർ ഏരിയ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോണിൻ്റെ ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബോറോൺ 10-നുണ്ട്. ക്യാപ്ചർ ഓഫ് എ സ്ലോ മൂവിങ് ന്യൂട്രോൺ കോസസ് എ ഫിഷൻ റിലീസിങ് എ ഫെയർ എമൗണ്ട് ഓഫ് എനർജി. ഇത്തരത്തിലൊരു സ്ലോ ക്യാപ്ചർ നടത്തുന്നത് ഫലമായിട്ട് ഈ ന്യൂട്രോണിലൊരു ഫിഷൻ പോസിബിൾ ആവുകയും ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദിസ് എനർജി വുഡ് ബി സഫിഷ്യൻറ്റ് ടു ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽ. ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന ഒരു ഫെയർ എമൗണ്ട് ഓഫ് എനർജിക്ക് നമ്മുടെ ക്യാൻസർ സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. which this energy would be sufficient to destroy cancer cell. With the accumulation of boron species in tumor tissue, the fission should provide in way to destruction. അതുപോലെ തന്നെ ട്യൂമർ ടിഷ്യൂവിൽ ഈ ബോറോൺ സ്പീഷീസിൻ്റെ അക്യുമുലേഷൻ അവിടെ ഒരു ഫിഷൻ ഉണ്ടാക്കുകയും ഈ ട്യൂമേഴ്സിനെ എല്ലാം ഡിസ്ട്രക്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഹിയർ ദ ചോയ്സ് ഓഫ് ബോറോണിക് ആസിഡ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കൈൽ ബോറോണിക്കും അരൈൽ ബോറോണിക്കും. It's due to their capacity to resist the oxidative degradation in biological system. ഇതിന് ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ, ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ സിസ്റ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ബോറോണിക് ആസിഡ്സിനുണ്ട്. അപ്പോൾ ബോറോൺ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ അരൈൽ ആൻഡ് ആൽക്കൈൽ ബോറോണിക് ആസിഡ്സിനെ പറ്റി എഴുതാൻ പഠിക്കണം. ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബോറോൺ 10 എന്ന് പറയുന്നതാണ് ഒരു ഫിഷൻ നമ്മുടെ ന്യൂട്രോണുമായിട്ട് പോസിബിൾ ആവുകയും നമ്മുടെ ക്യാൻസർ സെൽസിനെയും ട്യൂമേഴ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഇൻ ബയോളജിക്കൽ സിസ്റ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്.
നെക്സ്റ്റ് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് ഇൻ മെഡിസിനാണ് നോക്കുന്നത്. ഓർഗാനോ സിലിക്കണും ഓർഗാനോ ആഴ്സനിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യം പഠിക്കാനുള്ളതാണ്. അത് നമുക്ക് നോക്കി വെച്ചേക്കാം. നിങ്ങൾ ഈ എസ് എ ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എസ് എ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും 4-2 മാർക്കിന് ഇത് കിട്ടാൻ വളരെ പോസിബിളാണ്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് നവഡേയ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഓർഗാനോ സിലിക്കൺ ഡെറിവേറ്റീവ്സ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. മെഡിക്കൽ ഫീൽഡിൽ ഓർഗാനോ സിലിക്കൺ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. From the point of their medicinal application, organo-silicon derivatives can be divided into 3 classes. 3 ക്ലാസ്സസ് ആയിട്ടാണ് ഈ ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് ഹാവിങ് നോ കാർബൺ അനലോഗസ് ഓർ ഹാവിങ് ബയോളജിക്കലി ഇനർട്ട് അനലോഗസ്. ആദ്യത്തേന്ന് പറയുമ്പം നമ്മുടെ ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സിൽ കാർബൺ അനലോഗസ് ഇല്ല, അല്ലെങ്കിൽ ബയോളജിക്കൽ ഇനർട്ട് അനലോഗസ് ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കുറച്ചുണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ സിലിയേറ്റഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ബയോ ആക്റ്റീവ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ബയോ ആക്റ്റീവ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡെറിവേറ്റീവായിട്ട് വരുന്ന സിലിയേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സില ഫാർമക്ക എന്ന് പറയുന്ന തേർഡ് ഗ്രൂപ്പ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് ഹാവിങ് നോ കാർബൺ അനലോഗസ് ഓർ ഹാവിങ് ബയോളജിക്കലി ഇനർട്ട് അനലോഗസ്. കാർബൺ അനലോഗസ് ഇല്ല, ബയോളജിക്കലി ഇനർട്ട് അനലോഗസ് ഉള്ള ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് എക്സാമ്പിളാണ് സിലട്രെൻസ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സിലട്രെൻസ് ആണ്. ഇതെന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിസിൻസിലൊക്കെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. RCH3C2H5 C2H5O ആൻറ്റി കൊയാഗുലേറ്റൻസും അതുപോലെ തന്നെ അനാൽജസിക് ആൻഡ് സെഡേറ്റീവുമാണ്. ഇവ ആൻറ്റി കൊയാഗുലൻസ് ആണ്, അനാൽജസിക് ആണ്, അതുപോലെ തന്നെ സെഡേറ്റീവാണ്. ഇനി ആറിൻ്റെ സ്ഥാനത്ത് വരുന്നവർ ആരൊക്കെയെന്നാണ് പറഞ്ഞേക്കുന്നത്. ആറിൻ്റെ സ്ഥാനത്ത് C6H5 ആണ് വരുന്നതെങ്കിൽ അത് ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിലട്രെൻസിൽ ആറിൻ്റെ സ്ഥാനത്ത് C6H5 വന്നാൽ അത് ലോക്കൽ അനസ്തെറ്റിക്കും, ആറിൻ്റെ സ്ഥാനത്ത് CH2Cl വന്നാൽ അത് ആൻറ്റി ട്യൂമർ ആൻഡ് വൗണ്ട് ഹീലറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മെഡിസിൻസിന് നമ്മുടെ സിലട്രെൻസ് യൂസ് ചെയ്യാൻ പോസിബിളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ജെർമിനൽ സെലൻഡിയോൺസ് എന്ന് പറയുന്നത്, അതായത് അതിന് എക്സാമ്പിൾ പറയാം, PH2SiOH ടോയിസും അതുപോലെ തന്നെ ഡൈഫീനൈൽ സിനഡയോളും ഒക്കെ ഒരു ആൻറ്റി കൺവൾസൻ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. ഇത്തരത്തിൽ ആൻറ്റി കൺവൾസൻ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് എസെൻഷ്യലാണ്. Therefore, the derivatives like H2SiOR twice act as a prodrug. അതുകൊണ്ട് തന്നെ ഈ PH2SiOR twice ഒക്കെ ഒരു പ്രോഡ്രഗായിട്ട് ആക്ട് ചെയ്യും, പ്രൊഡ്യൂസിങ് ദ ഡയൽ ഇൻ ദ സിസ്റ്റം ഓഫ് ഹൈഡ്രോളിസിസ് സിസ്റ്റത്തിൽ ഒരു ഡയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് തന്നെയാണ് പ്രോഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു പ്രോഡ്രഗ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഹൈഡ്രോളിസിസിൻ്റെയൊക്കെ ഡയൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി ചെയിനായിട്ടുള്ള സിലോക്സൈൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ബയോളജിക്കൽ ആക്ടിവിറ്റി ഇല്ല, ബട്ട് ദേ ആർ യൂസ്ഡ് അസ് ഓയിൻമെൻറ്റ്സ് ഫോർ ബേൺസ് ആൻഡ് അസ് കോസ്മെറ്റിക് എക്സെട്ര. ഇവയ്ക്ക് ബയോളജിക്കൽ ഇതില്ലെങ്കിലും നമ്മൾ പൊള്ളലൊക്കെ ഏൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽമെൻറ്റ്സും കോസ്മെറ്റിക്സും ഒക്കെ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. നെക്സ്റ്റ് സൈക്ലിക് സിലിയോൺസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിനെന്ന് പറയുന്നത് എക്സിബിറ്റ് ഈസ്ട്രജൻ ലൈക്ക് ആൻറ്റി ഗൊനാട്രോപ്പിക് ആക്ടിവിറ്റി ഇൻ റേറ്റ്സ് ഓഫ് അനാൽജറ്റിക് എഫക്റ്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഇതിനെന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ പോലെയൊക്കെ ഉള്ള നമ്മുടെ ഗൊണാഡിക് ആക്ടിവിറ്റീസിൻ്റെ റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, ഹ്യൂമൻ ബീങ്സിൽ എഫക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ ഈ സൈക്ലിക് സിലോക്സൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതായത് നോ ഓർഗാനോ സിലിക്കൺസിൽ ആര് വരുന്നില്ല, കാർബൺ അനലോഗസ് വരുന്നില്ല, ബയോളജിക്കലി ഇനർട്ട് അനലോഗസ് വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള സിലിയേറ്റഡ് ഡെറിവേറ്റീവ് ഓഫ് ബയോ ആക്റ്റീവ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നോക്കാനുള്ളത്. ഇത് പറയുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് SiMe ടോയ്സ്
ഗ്രൂപ്പ് ഇൻ ടെസ്റ്റോസ്റ്റിറോണിലുള്ള SIME3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോനെ നോൺ പോളാർ സോൾവൻസ് ആയിട്ടുള്ള ലിപ്പിഡ്സിലൊക്കെ സോലിബിൾ ചെയ്യുന്നു. ഈ ലിപ്പോഫിലിസിറ്റി എന്ന് പറയുന്നത് സിലിയേറ്റഡ് ടെസ്റ്റോസ്റ്റിറോനെ പെനട്രേറ്റ് ചെയ്ത്, അതായത് ലിപ്പോഫിലിക് മെംബ്രെയിനിലൂടെ പെനട്രേറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. OSI ബോണ്ട് ഈസ് ഈസിലി ഹൈഡ്രൈസബിൾ. നമ്മുടെ ഈ SIME3യിലുള്ള OSI ബോണ്ട് എന്ന് പറയുന്നത് ഈസിലി ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിലിയേറ്റഡ് ഡെറിവേറ്റീവ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ക്യാൻ ബിഹേവ് ആസ് എ പ്രോഡ്രഗ്. ഈ ടെസ്റ്റോസ്റ്റിറോണിലുള്ള സിലിയേറ്റഡ് ഡെറിവേറ്റീവിന് ഒരു പ്രോഡ്രഗായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. സിലിയേറ്റഡ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് റെഡ്ലി ഗീവ്സ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻ ദ ബോഡി. ഈ സിലിയേറ്റഡ് ടെസ്റ്റോസ്റ്റിറോൺ ആണ് ടെസ്റ്റോസ്റ്റിറോണിനെ ബോഡിയിൽ കൊടുക്കുന്നതിന് കാരണം, റെഡിലി ആയിട്ട് ഗീവ് ചെയ്യുന്നതിനുള്ള കാരണം. ഇനി നമ്മൾ തേർഡ്, ഇതിൻ്റെയൊക്കെ ഫിഗറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം നിങ്ങൾ. തേർഡ് എന്ന് പറയുന്നത് സിലാഫാർമക്കയാണ്. സിലാഫാർമക്കയിൽ വരുന്നത് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് കാർബൺ ആറ്റം ഇൻ ഓർഗാനിക് ഡ്രഗ് ബൈ സിലിക്കൺ ഗീവ് റൈസ് ടു ന്യൂ കോമ്പൗണ്ട്സ് വിച്ച് ആർ മോർ എഫക്റ്റീവ് ഡ്രഗ്സ്. അപ്പം നമ്മുടെ ഈ കാർബൺ ആറ്റത്തിനെ ഓർഗാനിക് ഡ്രഗ്സിലോട്ട് ഈ സിലിക്കണായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരുപാട് എഫക്റ്റീവ് ഡ്രഗ്സ് ഫോം ചെയ്യിക്കാൻ പറ്റും. സിലിക്കൺ അനലോഗസ് ഓഫ് ആൻറ്റി ഹിസ്റ്റാമിൻസ് ഓഫ് ദി ബെൻസൈൽ ഡൈ ഈതർ ടൈപ്പ്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് നമ്മൾ ആൻറ്റി ഹിസ്റ്റാമിൻസ് ഓഫ് ബെൻസീൻ ഡ്രൈ ഈതൈൽ ടൈപ്പിലോട്ട് സിലിക്കൺ അനലോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെൻഡർ ദം എഫക്റ്റീവ് അസ് ഷോർട്ട് ഡ്യൂറേഷൻ ഡ്രഗ്സ് ട്രീറ്റ്മെൻറ്റ് ഇൻ അലർജീസ്. അപ്പം ഇത് നമ്മുടെ അലർജി ട്രീറ്റ്മെൻറ്റിനെ ഷോർട്ട് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് ചെയ്തൊരു റിസൾട്ട് തരും. ദിസ് ഈസ് ബിക്കോസ് ഇൻ അബൌട്ട് 10 to 15 minutes മറ്റത് പ്രവർത്തിക്കുന്നതിനേക്കാൾ 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ആക്റ്റീവ് ആവും. ദീസ് ആർ ഹൈഡ്രലൈസ്ഡ് ടു ഇനാക്റ്റീവ് സിലോൺസ് ആൻഡ് ദ ഡ്രഗ് ആവുമ്പോഴാണ്, അതായത് മെഡിസിനൽ കോമ്പൗണ്ട് ആയിട്ടുള്ള ഡ്രഗായിട്ട് നമ്മുടെ ഈ കാർബൺ ആറ്റത്തിനെ കൺവേർട്ട് ചെയ്ത് സിലിക്കണാക്കും. അപ്പോൾ അവിടെ മോർ എഫക്റ്റീവ് ആവുകയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ ഒരു റിസൾട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലാർജ് ഓർഗാനോ മെറ്റാലിക്സിലെ ലാർജ് മെഡിസിനൽ കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ടാണ്. ഇത് പോൾ എഹർലിച്ച് ആണ് ഡിസ്കവർ ചെയ്തത്. ഈ നമ്മുടെ ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സിഫലിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് അത് പെൻസിലിൻസിൻ്റെ ഇതിലായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. ഈ ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പാരസൈറ്റിക് ആക്ടിവിറ്റിയെ പറ്റിയൊരു അറ്റൻഷൻ നിലനിർത്തുന്ന ഒരു മെഡിസിനൽ കോമ്പൗണ്ട് കൂടിയാണ് ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ദ മെജോറിറ്റി ഓഫ് ആഴ്സനിക് കോമ്പൗണ്ട്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രിപ്പാസോണാമിയസ് വെയർ ഡെറിവേറ്റീവ്സ് ഓഫ് ആറ്റോക്സിൽ. അതായത് മോണോസോഡിയം പി അമിനോ ഫീനൈൽ ആഴ്സണേറ്റ്. ഇത് ഒരു ഡെറിവേറ്റീവാണ്, അത് പഠിച്ച് വെച്ചേക്കണം. മോണോസോഡിയം പി അമിനോ ഫീനൈൽ ആഴ്സണേറ്റ് ഇതെന്ന് പറയുന്നത് എർലിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. എന്താണ്, വേറൊരു ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ടായിട്ട് ഡെവലപ്പ് ചെയ്ത്. ഇതെന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ദാൻ ആറ്റോക്സിൽ. ആറ്റോക്സിലിനേക്കാളും മോർ എഫക്റ്റീവാണ്. ആറ്റോക്സിലിൻ്റെ നെയിം ആറ്റോക്സിൽ എന്ന് പഠിച്ചു വെച്ചാലും മതി, അതിനേക്കാളും മോർ എഫക്റ്റീവാണ്. ഇറ്റ് വാസ് നെയിംഡ് സൽവാർസൻ. സൽവാർസൻ എന്നാണ് അതിന് നെയിം നൽകിയത്. നമ്മുടെ ആക്ടോസൈലിനേക്കാളും മോർ എഫക്റ്റീവാണ് സൽവാർസൻ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഫിഗർ നൽകിയിട്ടുണ്ട്, സൽവാർസൻ്റെ ഫിഗർ നൽകിയിട്ടുണ്ട്, അത് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ മാപ്പ് ഹസൻ എന്ന് പറഞ്ഞ് വേറൊരെണ്ണത്തിൻ്റെ ഫിഗറും നൽകിയിട്ടുണ്ട്. സൽവാർസൻ വാസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിഫലിസിസ്. സിഫലിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ഡെറിവേറ്റീവാണ്. നിയോ സൽവാർസം വാസ് പ്രിഫേർഡ്. നിയോ സൽവാർസം എന്ന് പറയുന്നത് പ്രിഫർ ചെയ്യുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സൽവാർസമാണ്. ഇത് സിഫലിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ലേറ്റർ ഡെവലപ്മെൻറ്റ് അനദർ കോമ്പൗണ്ട് വിച്ച് വാസ് ഗിവൺ ദ ട്രേഡ് നെയിം മാപ്സൺ. മാപ്സൺ എന്ന് പറയുന്ന വേറൊരു ഇത് നൽകുകയുണ്ടായി. മാപ്സൺ ആൻഡ് എലൈഡ് ആഴ്സനിൽസ് കണ്ടിന്യൂഡ് ടു മെയിൻ ഡ്രഗ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിഫലിസ് യൂണിറ്റ്. ഇതെല്ലാം സിഫലിസ് യൂണിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് പിന്നീട് റീപ്ലേസ് ചെയ്ത് പെൻസിലിൻസായി മാറുകയാണ് ചെയ്തത്. ഇനി
നമ്മുടെ ചില ഓർഗാനോലെറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ ആൻറ്റി ട്യൂമർ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മോർ എഫക്റ്റീവ് ഇൻ മൗസ് ക്യാൻസർ, മൗസിലെ ക്യാൻസറൊക്കെ ഇല്ലാണ്ടാക്കുന്നതിന് നമ്മുടെ ഓർഗാനോലെറ്റ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള PB2, PH4, PB ഇതൊക്കെ നല്ല എഫക്റ്റീവാണ്. ഇത് ലേറ്ററായിട്ട് ആൻറ്റി ക്യാൻസർ ഡ്രഗായിട്ട് വരികയാണ് ചെയ്തത്. ഡൈക്ലോറോ ഡൈ അമൈൻ പ്ലാറ്റിനം 2 ഇതെന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്ത്. ഈ ഡിസ്കവറി ഓഫ് കിസ്പ്ലാറ്റിൻ ലെഡ് ടു ആൻ എക്സസീവ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ ബയോളജിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട്സ് വിത്ത് ജനറൽ ഫോർമുല C5H5 ടോയ്സ്, MCl2 ഇതൊക്കെ. അതായത് ഈ ക്രിസ്പ്ലാറ്റിൻ അതാണ് നമ്മുടെ ഈ ഡൈക്ലോറോ ഡൈ അമൈൻ പ്ലാറ്റിനം 2 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു, വിച്ച് ഹാസ് സം റിസംബ്ലൻസ് വിത്ത് ക്രിസ്പ്ലാറ്റിൻ മോളിക്യൂൾ. ഈ ക്രിസ്പ്ലാറ്റിൻ മോളിക്യൂൾസ് ആയിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉള്ളതായിരുന്നു അത്. അതായത് ഇതൊക്കെ ആൻറ്റി ട്യൂമർ ഡ്രഗ് ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൈസ് അതായത് മൗസിൻ്റെ ആൻറ്റി ട്യൂമറിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഹൈലി ആക്റ്റീവായിട്ട് ഷോ ചെയ്തിരുന്നത്. അടുത്ത ഡൈ ഓർഗാനോറ്റിൻ ഡൈഹാലൈഡും അതുപോലെ തന്നെ ഡൈ സ്യൂഡോ ഹാലൈഡ് കോംപ്ലക്സസും ഈ ആൻറ്റി ട്യൂമർ ആക്ടിവിറ്റി ഇൻ അനിമൽസ് കാണിച്ചത്, ഹ്യൂമൻസിലല്ല. അതുകൊണ്ടാണ് ടിന്നും ലെഡും ഞാൻ പിന്നീട് പറഞ്ഞത്. അതുപോലെ തന്നെ ഓർഗാനോ ജെർമേനിയം കോമ്പൗണ്ട്സും ഇതും ഈ അനിമൽസിൻ്റെയൊക്കെ ട്യൂമർ ആക്ടിവിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ച ഒരു മെഡിസിനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡൈ ആൻഡ് ട്രൈ ആൽക്കൈൽ ടിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇതിലെന്ന് പറയുമ്പം ഈ ലുക്കീമിയയ്ക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണർ ലിഗാൻസ് ഇവയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. കാരണം അതും മെഡിസിനൽ ഫീൽഡ്, ഓർഗാനോ മെറ്റാലിക്സിൻ്റെ മെഡിസിനൽ ഫീൽഡിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. ഹ്യൂമനിലല്ലാന്നേ ഉള്ളൂ, മറ്റ് അനിമൽസിൽ ട്യൂമർ സെൽസിനെതിരെ ആക്റ്റീവായിട്ട് ഇവ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.